ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയും കൂടെ സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ ലഞ്ച് ബോക്സ് ആൻഡ് സ്നാക്ക് ബോക്സ് പാക്കിംഗ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ നമ്മളൊരു ലഞ്ച് ബോക്സ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ മോർണിംഗും പതിവ് പോലെ തന്നെ ഞാൻ ചായ കുടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാവിലത്തെ ചായ അൺഹെൽത്തി ആണെങ്കിലും രാവിലെ ചായ കുടിക്കുമ്പോൾ തന്നെ നല്ലൊരു എനർജി ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ചായ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചായ കുടിക്കുന്നതിൻ്റെ ഇടയിലായിരിക്കും ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കും എന്നുള്ള ചിന്ത വരാം. എന്താ പറയുക, ഒരു എനർജി ബൂസ്റ്റർ എന്ന് തന്നെ പറയും. ഇതിനിടയിലാണ് ഇന്ന് മോനിക്ക് കൊടുക്കേണ്ട ലഞ്ചും സ്നാക്സൊക്കെ ചിന്തിക്കാം. സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ രാവിലെ തന്നെ വെള്ളം തിളപ്പിച്ച് വെക്കുകയെന്ന്. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ അല്ലേ, തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ നോക്കാം. നേരത്തെ തിളപ്പിച്ച് വെച്ചാൽ ചൂടാറാൻ അത്യാവശ്യം സമയം കിട്ടുമല്ലോ. ഇതിൻ്റെ ഇടയിൽ സ്കൂളിലേക്ക് കൊടുത്തുവിടാനുള്ള ലഞ്ച് ബോക്സും സ്നാക്ക് ബോക്സൊക്കെ ഒന്ന് കഴുകി തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. രാവിലെ ഇതൊക്കെ ചെയ്തു വെച്ചാൽ പിന്നെ തിരക്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ ഫുഡൊക്കെ ആക്കിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് എടുത്തു വെക്കാം. ഇതെന്താ ഉണ്ടാക്കാമെന്ന് ഒരുപാട് ആലോചിച്ചതിന് ശേഷം ഇന്നത്തെ മെനുവും കണ്ടെത്തി. ഇപ്പോഴത്തെ ലഞ്ച് ബോക്സൊക്കെ കാണാൻ എന്താ ഭംഗിയാലേ, 2 കമ്പാർട്ട്മെൻറ്റൊക്കെ ആയിട്ട്. എനിക്ക് ഈ ഒരു ലഞ്ച് ബോക്സ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പലതരം ലഞ്ച് ബോക്സ് ഇങ്ങനെ ഓൺലൈനിലൊക്കെ ഒത്തിരി അവൈലബിൾ ആണല്ലേ. ഇന്ന് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടുന്നത് പൂരിയാണ്. അപ്പോൾ പൂരിക്ക് വേണ്ടി ഞാനിവിടെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് ആട്ടയും ഇത്തിരി മൈദയും റവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നതാണ്. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇന്നത്തെ സ്നാക്സ് പ്രിപ്പയർ ചെയ്യാം. ഇന്ന് സ്നാക്കായി ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് വാട്ടിയതാണ്. ഇതിനെ കുറച്ചും കൂടി പരിഷ്കരിച്ച് നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറയാം. ആദ്യം മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. ഞാൻ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 1 പിഞ്ച് ഉപ്പ്, വേണമെങ്കിൽ മാത്രം പാലും ഏലക്കാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക വീട്ടിലും സ്ഥിരമായിട്ട് ഇത് ഉണ്ടാവും. മാത്രമല്ല സ്വീറ്റ് ആയിട്ട് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. ഒരു പാനിൽ ഗീ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം. ഇനി ബ്രെഡ് എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്കാണ്. ഇതിൻ്റെ പല വേർഷൻസ് ഉണ്ട്. സ്പൈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം, സ്വീറ്റ് ആയിട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും. അതിന് എനിക്ക് തോന്നുന്നു രാവിലെ നല്ല ബിസി സ്കെഡ്യൂളാണ് എല്ലാ അമ്മമാർക്കും. അപ്പം ഈ ഒരു ടൈപ്പ് ഓഫ് റെസിപ്പിയൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് 2 ഭാഗം നന്നായി മൊരിയിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പൊരിച്ചത് ഇവിടെ റെഡിയാണ്. ഞാൻ ഇത് കൂടുതലായിട്ടും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ സ്കൂളിലേക്കുള്ള സ്നാക്സ് ആയിട്ടാട്ടോ കൊടുത്തു വിടുന്നത്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്താൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവും കഴിക്കാൻ. അതിനിടയിൽ പൂരി ഞാൻ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് പരത്തി എടുക്കാട്ടോ ചെയ്യുന്നത്. ഇതേ അടിപൊളി പൂരി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ ഒരുമിച്ചാട്ടോ ഇങ്ങനെ പരത്തി വെക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് തന്നെ പൊരിച്ച് എടുക്കാമല്ലോ. രാവിലെ മെനു കണ്ടുപിടിക്കൽ ബുദ്ധിമുട്ടാണെങ്കിലും ആ ഒരു മെനു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ സ്പീഡിൽ അങ്ങ് പോയിക്കോളും. ഇപ്പോൾ സ്കൂൾ തുറന്നുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് കുക്കിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരുപാട് സമയമുള്ളതുപോലെ തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനും സ്കൂൾ തുറക്കാൻ വെയിറ്റ് ചെയ്ത് എനിക്കൊരു ഡെയിലി റുട്ടീൻ ഇല്ലായിരുന്നു. അപ്പോൾ ഇതേ നല്ല പെർഫെക്റ്റ് പൂരി റെഡി ആയിട്ടുണ്ട്. ഞാൻ പൂരീൻ്റെ റെസിപ്പി വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഇനി ഇന്നത്തെ സ്നാക്ക് ബോക്സും ലഞ്ച് ബോക്സും പ്രിപ്പയർ ചെയ്യാം. സ്നാക്ക് ബോക്സിൽ ഞാൻ ബ്രെഡ് പൊരിച്ചത് ഇങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇത്തിരി ബനാന ചിപ്സും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്നാക്ക് ബോക്സ് റെഡിയായി. ഇനി ലഞ്ച് ബോക്സ് എടുത്ത് വെക്കാം. ലഞ്ച് ബോക്സിൽ ഞാൻ പൂരിയാണ് വെക്കുന്നത്. ഇതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ കഴിക്കാമല്ലോ. എൻ്റെ മോന് UKG പഠിക്കുന്നത്. ഇതിൻ്റെ കൂടെ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട്. വേറൊരു പാത്രത്തിൽ ഞാൻ കറി ഒഴിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ലഞ്ച് ബോക്സും റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ പരിപാടി ഇതൊക്കെ എടുത്ത് വെക്കുന്നത് ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, പെൻസിലും കാര്യങ്ങളൊക്കെ നോക്കുക, ഇതൊക്കെ തന്നെയാണ്. ചെറിയ ക്ലാസ് ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. പെൻസിലുണ്ടോ, ഇറേസറുണ്ടോ, കളറുണ്ടോ എന്നൊക്കെ നോക്കിയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ബാഗിലൊന്ന് എടുത്ത് വെക്കാം. ഈ ഒരു സൈഡിലെ വിൻഡോ തുറന്നിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ലൈറ്റ്. അപ്പോൾ ഇതേ ആൾ സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. എൻ്റെ മോന് ഈ വണ്ടികളോട് ഭയങ്കര ഇഷ്ടം. എനിക്കൊന്ന് ഈ ഒരു പ്രായത്തിലുള്ള ആൺകുട്ടികൾക്കൊക്കെ വണ്ടികൾ എന്ന് വെച്ചാൽ ഭയങ്കര ക്രേസായിരിക്കും. എവിടെ പോയിട്ട് വണ്ടികൾ കണ്ടാലും അത് വാങ്ങിപ്പിക്കും. രാവിലെ എണീറ്റ് ഇതൊക്കെ വെച്ച് കളിച്ചിട്ടാണ് ആൾ പോയത്. എന്നോട് പറഞ്ഞ് ഇതൊന്നും എടുത്ത് വെക്കണ്ട, ഞാൻ വന്നിട്ട് കളിച്ചോളാന്ന്. ബെഡിൻ്റെ മേലിൽ വെച്ച് കളിച്ചോണ്ട് ഞാൻ അതൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയെന്ന്. ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു കൊറിയർ വന്നു. ഞാൻ അടുത്തിടെ വാങ്ങുന്ന ഒട്ടുമിക്ക കുർത്തീസും മീഷോന്നാണ്. മീഷോയിലെ ഡ്രസ്സൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സസ്സാണ്. മാത്രമല്ല ചെറിയ റേറ്റ്. നമ്മൾ ഏത് ഷോപ്പിൽ പോയാലും എനിക്ക് തോന്നുന്നില്ല ഈ ഒരു റേറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന്. ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ഈ ബ്ലൂ ആണ്. പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റും. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. ആദ്യം ഞാൻ ട്രൈ ചെയ്തത് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുർത്തി സെറ്റാണ്. ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ സമ്മറിലൊക്കെ ഇടാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഈ റെഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. നെക്ക് പോർഷൻ അടിപൊളിയാണ്.
എന്നെ അത്ഭുതപ്പെടുത്തിയത് ഞാൻ ഈ കാണിച്ച കുർത്തി സെറ്റ്സ് ഒക്കെ അണ്ടർ 500 റുപ്പീസിലാണ് വരുന്നത്. ഈ ബ്ലൂയിലും നെക്കിന് നല്ല ഡിസൈൻസ് വരുന്നുണ്ട്. ഇത് മൂന്നും നല്ല സോഫ്റ്റ് റയോൺ മെറ്റീരിയലാണ്, അടിപൊളി ക്വാളിറ്റിയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോൾ വീഡിയോ സൂൺ അപ്ലോഡ് ചെയ്യാട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഈ ഒരു വീഡിയോയിൽ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു കുട്ടി സ്നാക്ക് റെസിപ്പി കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാനിതിന് വൈറ്റ് ലഡു എന്നാണ് പറയുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി കാണാം. ഇതിന് വേണ്ട മെയിൻ ഐറ്റം ചക്കക്കുരു ആണ്. ഞാൻ ചക്കക്കുരു വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. ഈ വൈറ്റ് കളറിലെ കവർ മാത്രമാണ് ഞാൻ കളയുന്നത്. ബ്രൗൺ കളർ വേണമെങ്കിൽ കളയാം. ഈ ബ്രൗൺ കളർ ഇത്തിരി മാത്രമേ കളഞ്ഞിട്ടുള്ളത്, ഉണ്ടായാൽ പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ബ്ലെൻഡറിൽ നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യാനേ പാടുള്ളൂ, നന്നായിട്ട് പൊടിച്ചെടുക്കരുത്. ആ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കണേ. ഇത് ചക്കക്കുരു നല്ലോണം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വലിയ ബൗളിലേക്ക് മാറ്റിയെടുക്കാം. ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാണ്ട്. ആദ്യം 1 കപ്പ് തേങ്ങ, ഇനി പഞ്ചസാര ഞാൻ അവിടെ 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി പഞ്ചസാര വേണ്ടാത്തവരാണെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക. കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കണേ. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ്. ഇപ്പം പല കുട്ടികളും ചക്കക്കുരു ഒന്നും കഴിക്കുന്നവരായിരിക്കില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ കൊടുത്താൽ കുട്ടികൾ കഴിച്ചോളും. നല്ല മധുരമുള്ളതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും. ഇത് കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഞാൻ എൻ്റെ മോന് ഇത് വൈറ്റ് ലഡു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ ആളിത് കഴിക്കും. ഇതേ കണ്ടില്ലേ, ചക്കക്കുരു ബോൾസ് അല്ലെങ്കിൽ വൈറ്റ് ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ടേ. നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നിങ്ങളുടെ നാട്ടിലും ഈ ഒരു ഐറ്റം ഉണ്ടാക്കാറുണ്ടോ? ഇതിന് എന്താണ് പേര് പറയാമെന്നറിയില്ല. അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാം നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. ഇതുവരെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യാം. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, കമൻറ്റ് ചെയ്ത് അറിയിക്കാം. ആൻഡ് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.